ഒരൊറ്റ ആയുധം കൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. അത് നമുക്ക് ഈ കളിയൊക്കെ ഒന്ന് കാണാം. വമ്പനെ ഞാൻ വീഴ്ത്തിയിരിക്കും. അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, ഇതാ എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവൻ്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടി വിചാരിക്കുന്ന കണക്ക് ചോദിക്കുന്ന കണക്ക് പുള്ളി എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഇടണമെന്ന് തോന്നിയോണ്ട് ഞാനിപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് കലയല്ല എനിക്ക് ഏറ്റവും വലുത്, എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്. രണ്ടാമതേ ഉള്ളൂ കല ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ, നമ്മളെല്ലാവരും ബിഗ് ബോസിലൂടെ നെഞ്ചിലേറ്റിയ നമ്മുടെ എല്ലാം പ്രിയ താരമായിരുന്ന ഫിറോസ്. അതേ, ഫിറോസ്ക്ക മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം ഒരു പോക്സോ കേസിൽ ഉടനകത്ത് പോകാനുള്ള എല്ലാ സാധ്യതയും, ഒരുപക്ഷെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ജാമ്യം കിട്ടാത്ത തരത്തിൽ അദ്ദേഹം അകത്ത് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഈ ഒരു വിഷയത്തിൽ ആദ്യം നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അന്നാരും അതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല. അവൾക്കൊരു അഫെയർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവളൊരു ആളെ മറച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. ഒരുപാട് പേര് കണ്ടിരുന്നു. പക്ഷേ ഈ പൂക്കുറ്റിയാണ് ആളെന്നൊന്നും ആർക്കും അന്നറിയത്തില്ലായിരുന്നു. എനിവേ, അതുമായി ബന്ധപ്പെട്ട് വലിയ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഫിറോസ് രംഗത്ത് വരുന്നു. ആദ്യം സജിന ഫിറോസിനെ തള്ളിപ്പറയാതെ ഓനോട് ഇപ്പോഴും വലിയ മുഹബത്താണെന്നുള്ള രീതിയിൽ ചില വെളിപ്പെടുത്തൽ നടത്തുന്നു. എന്നാൽ ഇപ്പോഴിതാ ഇന്നലെ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഓള് രംഗത്തെത്തിയിരിക്കുകയാണ്. ഫിറോസ് ഇതിനോടകം തന്നെ ഉള്ളിൽ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവരെ നെഞ്ചിലേറ്റിയ ആരാധകർക്ക് എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് പൂർണ്ണമായി വ്യക്തത ഇപ്പോഴുമായിട്ടില്ല. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമേ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പാഹയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. എന്നെ സംബന്ധിച്ച് കലയല്ല എനിക്ക് ഏറ്റവും വലുത്, എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്. രണ്ടാമതേ ഉള്ളൂ കല ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുടുംബം നഷ്ടപ്പെടുത്തിയിട്ട് ഒരിക്കലും കല ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുടുംബമാണ് ഫസ്റ്റ്, മനസ്സിലായി. സോ ആ കുടുംബത്തിൽ എന്തെങ്കിലും വിള്ളൽ വീണ് കഴിഞ്ഞാൽ എനിക്ക് കലയിൽ അത് ബാധിച്ചേനാ, മനസ്സിലായി. അപ്പോൾ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ച് അതായത് ഫിറോസ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഓൻ കലാന്ന് ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ ഹോട്ടലിൽ പെൺപിള്ളേരെ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു കലാപരിപാടിയായിരുന്നു. അതായത് ഓനെ സംബന്ധിച്ച് ഫസ്റ്റ് പ്രയോറിറ്റി ഓന്റെ കുടുംബത്തിനാണ്, സെക്കൻഡ് പ്രയോറിറ്റി കലയ്ക്കാണ്. കല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത്തരത്തിലൊരു കല, അതായത് ഒരു 17-കാരിയോടൊരു ഭൂതി തോന്നുന്നു, ഓളോട് ചില കലാപരിപാടികൾ കാണിക്കുന്നു. ആ കലാപരിപാടി ആര് കണ്ടു? അതെ, സജിനെ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. ഓൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, വരട്ടെ. ഞങ്ങൾ വെറും വേഷികളാണ്, ഞങ്ങൾ വെറും പന്നലുകളാണ്, ഞങ്ങൾ വെറും തെണ്ടികളാണ്. പക്ഷെ ഈ തെണ്ടികളാണല്ലോ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്, ഞങ്ങൾ അധ്വാനിച്ചാണ് നോക്കുന്നത്. ഈ ഞങ്ങളെ കിടന്ന് എന്തിനാണ് ഈ തെണ്ടി ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, ഇതാ എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ. എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. ഇതാ ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിൻ്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവൻ്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവന് അവളെ യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കണം. എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയാം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നറിഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തിടേണ്ട കാര്യം വരും. അതേപോലെ അത് ഏറെ ഞെട്ടലുളവാക്കുന്ന സംഭവം തന്നെയാണ്. 17-കാരി മാത്രമല്ല, മറ്റൊരു ബിഗ് ബോസ് താരം ഒരു പെൺകുട്ടിയുമായി ഹോട്ടൽ റൂമിൽ കണ്ടാലറയ്ക്കുന്ന കാഴ്ചകളുടെ തെളിവുകൾ സജനയുടെ ഭാഗത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ആ ഒരു പഹയൻ വെറുതെ ഇരുന്നില്ല. ഓള ഭാഗത്ത് ഇത്രയും തെളിവുകളുണ്ടെങ്കിൽ ഓനിക്കും കുറച്ച് തെളിവുകൾ വേണ്ടേ? അതുകൊണ്ട് തന്നെ പൂക്കുറ്റിയുമായി ബന്ധപ്പെട്ട സജിനയും പൂക്കുറ്റിയും തമ്മിലുള്ള കണ്ടാലറയ്ക്കുന്ന ചില തെളിവുകൾ ഓന്റെ ഭാഗത്തുണ്ടെന്നാണ് പറയുന്നത്. വരട്ടെ. ഒരൊറ്റ ആയുധം കൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. അത് നമുക്ക് ഈ കളിയൊക്കെ ഒന്ന് കാണാം. വമ്പനെ ഞാൻ വീഴ്ത്തിയിരിക്കും.
അതായത് ഇവിടെ രണ്ട് കൂട്ടർക്കും ഗുരുതരമായ പിഴവുകൾ. അതായത് രണ്ടു കൂട്ടരും കലാപരിപാടികൾ, അതായത് എക്സ്ട്രാ മാരിറ്റൽ കലാപരിപാടികൾ കാണിക്കുന്നതിൽ വലിയ തൽപരരായ പഹയന്മാരാണെന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഫിറോസ് ഖാൻ കലാപരിപാടി കാണിക്കാൻ പോയപ്പോൾ ഓനെ അങ്ങനെ അയച്ചു വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് കണ്ട് സജനയും ചില കലാപരിപാടികൾ ഒപ്പിച്ചു. ആ കലാപരിപാടി ഫിറോസ് പിടിച്ചെന്ന് ഓൻ പറയുന്നു. ഇതിനെല്ലാം കാരണമായത് ഓന്റെ ചില തെറ്റായ തീരുമാനങ്ങളായിരുന്നു. എന്താണത്? അഭിനയിക്കാൻ ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന മേഖലയാണ്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന മേഖലകളോ വേറൊരാൾ ഇഷ്ടപ്പെടുന്ന പറഞ്ഞപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യല്ല വേണ്ടത്. ഞാൻ ഇഷ്ടപ്പെടുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം ഞാൻ ചീത്തയായ ഒരു കാര്യമല്ല ഇഷ്ടപ്പെട്ടത്, മനസ്സിലായി, നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഞാനൊരു ബാക്ക് ബോണായിട്ട് നിന്നിട്ട് അദ്ദേഹത്തിനെ ഡാൻസ് പഠിപ്പിക്കുകയും ഡാൻസിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ തിരിച്ചും അദ്ദേഹം നമ്മളെ സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. നമുക്ക് ഏറ്റവും വലുത് ഇപ്പം എന്നെ സംബന്ധിച്ച്, അതായത് ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഈ ഒരു പകയൻ ഓൻ ആദ്യം ഒരു കല്യാണം കഴിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നല്ല സുന്ദരിയായ, അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അറേഞ്ച്ഡ് മാരേജ് കഴിക്കുന്നു. അതിനുശേഷം ഓള് ഗർഭിണിയായി പോയ സമയത്ത് ഓളെ ഒഴിവാക്കിയതിന് ശേഷം സജിന എന്ന് പറയുന്ന മറ്റൊരു സുന്ദരിയെ ഓളുടെ ഒപ്പരം കൂടുകയാണ്. അതിനുശേഷം ഓള് ഗർഭിണിയാവുകയാണ്. മറ്റേ ഗർഭം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ മറ്റൊരു ഗർഭിണി നിൽക്കുകയാണ്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരാൾക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ രണ്ടാമത്തെ പുതിയ ഗർഭിണിയെ ഓൻ ഭാര്യയായിട്ട് സ്വീകരിച്ചതിന് ശേഷം ആദ്യ ഭാര്യയായ ഗർഭിണിയെ പാതി വഴിയിൽ ആ ഒരു പാഹിനെ ഉപേക്ഷിക്കുകയാണ്. അതിനുശേഷം സജിനയോടൊപ്പം കൂടുന്നു. അതിനുശേഷം സജിനയ്ക്ക് വലിയ പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയാണ്. ഓൾക്ക് അഭിനയം താല്പര്യം ഉണ്ടായതുകൊണ്ട് ഓളെ അഭിനയത്തിലേക്ക് കൊണ്ടുവരുന്നു. സിനിമയിൽ, സീരിയലിൽ, ബിഗ് ബോസിലൊക്കെ പല മേഖലകളിലും ഓൻ അവസരം കൊടുക്കുകയാണ്. ആ അവസരം കൊടുത്തത് വലിയ വിലങ്ങുതടിയായി. ഓൾക്ക് ഇത് കണക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അത്തരത്തിലൊരു ബന്ധം അതേ മറ്റൊരു പാഹയൻ, ഏറെ പ്രശസ്തനായ ഒരു പാഹയനായ റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ചില ബന്ധങ്ങൾ ഉണ്ടാവുന്നു. അതിനുശേഷം ഓളുടെ വീഡിയോ നമ്മൾ കണ്ടതാണ്. ഓള് ഗർഭിണിയാണ്. റസൂൽ പൂക്കുറ്റി ഓളെ ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞു ഓൾ അവിടെ പോയെന്നാണ് കേൾക്കുന്നത്. എന്നാൽ പൂക്കുറ്റി എന്ന് പറയുന്ന ആ ഒരു പാഹയൻ ഓനിക്ക് നിക്കാഹിനോട് വലിയ താല്പര്യമുള്ള മട്ടല്ല. ഓൻ അതിൽ നിന്നൊക്കെ ഒഴിവായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓനെ ഒന്നും പറയരുത്, ഓരൊരു നല്ല മനുഷ്യ സ്നേഹിയാണെന്നുള്ള രീതിയിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സജിന പിന്നീട് വരികയുണ്ടായി. എനിവേ ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അതായത് സജിനത്താത്തയ്ക്ക് ഓൾ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെന്ന് മാത്രമല്ല, തൻ്റെ ആദ്യ ഭർത്താവായ ഫിറോസ് ഖാന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരികയും ഓൻ ജയിലിലാവുന്ന രീതിയിൽ, അതായത് തൻ്റെ കുട്ടിയുടെ പപ്പയായ ആ ഒരു പഹയൻ ജയിലിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെ ഈ 17 വയസ്സുകാരി പരാതി ഇതുവരെ പെട്ടിട്ടില്ല. 17 വയസ്സുകാരി പരാതിപ്പെട്ടാലേ ഈ പ്രശ്നങ്ങൾ വലിയ വിഷയങ്ങളിലേക്ക് പോകത്തുള്ളൂ. പരാതിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു, ഇല്ലെന്നും പറയുന്നു. ബിഗ് ബോസ് താരം, മറ്റൊരു ബിഗ് ബോസ് താരം, ആ ഒരു ബിഗ് ബോസ് താരം ആരാണാവോ ഓൻ കൊണ്ടുവന്ന് ഓൻ്റെ റെക്കമെൻഡേഷനിൽ വന്ന ആരെങ്കിലും ആണോ അറിയില്ല. എനിവേ ബിഗ് ബോസ് താരവുമൊത്ത് കിടപ്പറ പങ്കിടുന്ന രംഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. ഫിറോസ് ഖാന്റെ കാമപ്പേക്കൂത്തുകൾ, കിടപ്പർ രംഗങ്ങൾ ഓള് പുറത്തുവിടുമ്പോൾ ഓളെ കിടപ്പർ രംഗങ്ങൾ ഫിറോസ് ഖാന്റെ കീഴിൽ തെളിവുണ്ടെന്ന് പറയുന്നു. ഓൻ പുറത്തുവിടും. വളരെ മനോഹരമായ ഒരു കീഴ്വഴക്കമാണ്. ഇത്തരത്തിലൊരു കീഴ്വഴക്കം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഏറെ പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു പാറ്റേണിൽ കൂടുതൽ ആളുകൾ രംഗത്ത് വരികയാണെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഞരമ്പ് രോഗികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സന്തോഷമുളവാക്കുന്ന വാർത്ത തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.